special film for me because it's a very strange combination. The combination itself is a very strange thing. A Kannada director directing a Malayalam and Telugu film with the North Indian producers and Malayalam actors. That itself is a very strange coincidence. Nandakishore ഇങ്ങനെ ഒരു സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോൾ the story contains the kind of emotion, love. അതൊരു നോർമൽ സ്റ്റോറിയെക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ട് I felt some kind of difference in the story. Then we started the film. Of course, we had a lot of problems in between to make this film happen. It is film. It's a making. And thanks to all the actors because they all stood with the film to make it possible. ഞങ്ങൾ ഒരുപാട് സമയമെടുത്തു ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ ബിക്കോസ് ഈ സിനിമയുടെ ഒരുപാട് CG വർക്ക് ഉണ്ട്. ഇതൊരു സാധാരണ സിനിമയെക്കാളും കണ്ടെയ്ൻസ് ലോട്ട് ഓഫ് ഇമോഷൻസ്. ഒരുപാട് വർഷങ്ങളുടെ പുറകിൽ ഒരു കഥ പറയുന്ന സിനിമയോടാണ്. രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇറ്റ് ഹാപ്പൻസ് ഇൻ 2 eras. So we had a lot of problems but of course this is more of an action, emotion. ഇതിൽ എഴുതി തന്നെ ഉണ്ട്. This is reborn love. സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഒരു കടൽ അതിലുണ്ട്. എല്ലാ സിനിമയുടെയും ഒരു അണ്ടർലൈങ് കറന്റ് ഇസ് ലവ്. ലവ് സോ സ്ട്രോങ് ഇറ്റ് ഡിഫൈൻസ് ഡെത്ത്. അപ്പം ഒരു സ്നേഹവും ജനനവും, നമ്മളൊരു കുട്ടി ജനിക്കുന്നതിൽ നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ട്രെയിലർ ഓഫ് കോഴ്സ് ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്നെവിറ്റബിൾ. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബർത്ത്, ലവ് ആൻഡ് ഡെത്ത്. It contains a lot of emotions and ഒരുപാട് മലയാളത്തിന് പരിചയമില്ലാത്ത ആക്ടേഴ്സാണ്. ദാറ്റ് ഈസ് വൈ അവരെല്ലാം ഇവിടെ വന്നത്. ഇറ്റ്സ് എ വെരി സ്മോൾ ഫിലിം ഇൻ ദ വേ ഇറ്റ്സ് എ ബിഗ് ഫിലിം. സ്മോൾ ഫിലിം എന്ന് പറയുന്നത് ലോട്ട് ഓഫ് അധികം ആക്ടേഴ്സ് ഇല്ല ഫ്രം മലയാളം. ബട്ട് ഈച്ച് ആക്ടർ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ വാല്യൂ, ഇറ്റ്സ് ഓൺ ചാം ആൻഡ് ദേ ഹാവ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. എല്ലാവരും നന്നായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഒരു വളരെ ഡിഫറെൻറ്റ് ഫിലിമാണ്. കാഴ്ചക്കാർക്കും ആ ഡിഫറെൻറ്റ് ഫിലിം ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിച്ചു. ആൻഡ് താങ്ക്സ് ടു നന്ദകിഷോർ, ഹി ഹാസ് ഡൺ ഇറ്റ് ബ്രില്യൻ്റ്ലി. ആൻഡ് താങ്ക്സ് ടു ബാലാജി ടെലിഫിലിംസ്, കണക്ട് മീഡിയ ആൻഡ് EBS.